ഹലോ ഗൈസ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട്, നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ അത് കാണാൻ പോയി അതിൻ്റെ ഒരു റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നത്. സോ ആദ്യം തന്നെ പറയട്ടെ, ഡിജോ ജോസ് ആൻ്റണിയുടെ മുമ്പത്തുള്ള 2 സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒന്ന് ക്വീനും, രണ്ടാമത്തത് ജനഗണമനയാണ്. അപ്പോൾ ഈ ക്വീൻ എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിമൻ എംപവർമെൻറ്റിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ പടമായിട്ടുള്ള ജനഗണമനയിലാണെങ്കിലോ ഈ കാസ്റ്റിസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതും പൊളിറ്റിക്സ് പറയാൻ വേണ്ടി തന്നെ ഉള്ളൊരു പടമാണ് ഇപ്പോൾ നമ്മുടെ ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത്. ഇതൊരു കോമഡി പടമേ അല്ല. എന്തുകൊണ്ടാണ് ധ്യാൻ ശ്രീനിവാസനെയും നിവിൻ പോളിയൊക്കെ കാസ്റ്റ് ചെയ്തതെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇത് വളരെ ഒരു സീരിയസ് സബ്ജക്റ്റ് സംസാരിക്കുന്ന വളരെ അധികം എന്താ പറയുക ലാഗുള്ള ഒരു സിനിമയാണ്. സോ ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മതമൈത്രിയും പിന്നെന്താണ് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു മൈത്രി. അതായത് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്, അത് തന്നെയാണ് കൺസെപ്റ്റ്. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നാട്ടുമ്പുറത്തുകാരനായിട്ടുള്ള ആലപ്പറമ്പിൽ ഗോപി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് നിവിൻ പോളി വരുന്നു. ആദ്യം ഒരു എൻ്റർടൈനർ പോലെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മഞ്ജുപിള്ള വരുമ്പോഴും ബാക്കി ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇൻട്രൊഡക്ഷൻ, ധ്യാൻ ശ്രീനിവാസൻ വരുന്നത്, പിന്നെ അനശ്വര വരുന്നത്, ഒരു ലവ് സ്റ്റോറി പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലൊരു സിനിമയിലോട്ടാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കും. പക്ഷേ സിനിമ അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. സിനിമ കംപ്ലീറ്റ്ലി മാറിയിട്ട് ഒരു എൻ്റർടൈനർ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് നേരെ എന്താ പറയുക വളരെ രൂക്ഷമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ മതം ബേസ് ചെയ്തിട്ടുള്ള രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യുന്ന, ഇദ്ദേഹം ഈ പൊളിറ്റിക്സ് പറയാനാണ് സിനിമ എടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ആ ഒരു അത്രയ്ക്ക് ഇതിൽ ബേസിക്കലി മൊത്തം പറഞ്ഞു പോകുന്ന പൊളിറ്റിക്സാണ്. എന്നിട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ എവിടെയൊക്കെയോ കുറച്ച് തമാശകൾ പോലെ തോന്നിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങളും, പിന്നെ ഫുൾ പൊളിറ്റിക്സുമായിട്ട് നിർത്തുന്നു. സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്ക് എൻ്റയർലി വേറൊരു ടെറൈനിൽ കൊണ്ട് സിനിമയെ പ്ലേസ് ചെയ്യുകയാണ്. നമ്മുടെ ആടുജീവിതം പോലെയൊക്കെ തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ വേറൊരു ടെറൈനിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് പിന്നെ അവിടുത്തെ പോയിട്ട് നമ്മൾ സിനിമയായിട്ട് കണ്ടുള്ളതാണ് ഒരു ദുഷ്ടനായ മനുഷ്യനെ നല്ലവനാക്കാനുള്ള ശ്രമം. അങ്ങനെയൊക്കെ നമുക്കറിയാം ഈ സിനിമ എങ്ങനെ കൊണ്ട് അവസാനിക്കുമെന്ന്, എല്ലാ കാര്യങ്ങളും അറിയാം. ആ ഒരു രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. സെക്കൻഡ് ഹാഫൊക്കെ ലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ഓക്കെ, നമുക്ക് പിന്നെയും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിയ കാഴ്ചകളൊക്കെ കണ്ടുപോയി. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ റോള്. ധ്യാൻ ശ്രീനിവാസൻ ഒന്നാമത്തെ കാര്യം കുറച്ച് നാൾ മുമ്പ് അഭിനയിച്ചൊരു സിനിമയാണ്. സോ ആ സമയത്ത് തന്നെ പുള്ളിയുടെ ഒരു ഫിസിക്കൊക്കെ വേറൊരു സ്റ്റൈലാണ്. അങ്ങനെ വെച്ചിട്ട് പുള്ളി ഭയങ്കര ഓവർ ആക്ടിങ് ആണ് ഈ സിനിമയിൽ. ആ ക്യാരക്ടർ വെച്ചിട്ട് ഗോപി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നിടത്തൊക്കെ ഭയങ്കര ഓവർ ആക്ടിങ് ആണ്. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ധ്യാൻ ശ്രീനിവാസനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വളരെ കുറച്ച് മാത്രമേ സ്ക്രീൻ സ്പേസ് ഉള്ളൂ, കുറച്ച് കാണിക്കുന്നു പോകുന്നു. അത്രയും ചെറിയൊരു റോളാണ് ധ്യാനിന് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ധ്യാനിന് ആ ഒരു ഇതിനെക്കാട്ടിലും കയ്യടി മറ്റൊരു നടൻ ഇതിലൊരു ഫോട്ടോ ആയിട്ട് വരുന്നുണ്ട്, ആ നടന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ഒന്നും ധ്യാനിൻ്റെ ക്യാരക്ടറിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അനശ്വരയുടെ കാര്യമാണ് പറയാനുള്ളത്. അനശ്വരയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ലവ് സ്റ്റോറിയോ ലവ് ട്രാക്കോ ഉണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഇതിൽ ആദ്യം അവരെ മറ്റേ മാനേ തേനെ ജാടകാട്ട് ആ സോങ് ഇറങ്ങിയ സമയത്ത് കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമില്ല, ലവ് ട്രാക്കും ഇല്ല, ഒരു സംഭവം ഇല്ല ഈ സിനിമയ്ക്കകത്ത്. അനശ്വരയ്ക്ക് വളരെ ചെറിയ റോളാണ്, ജസ്റ്റ് വന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നിവിൻ പോളിയെ കുറിച്ച് പറയാനുള്ളത്. നിവിൻ പോളി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തതിൽ ഒന്നുമല്ല പാളിച്ച പറ്റിയിരിക്കുന്നത്, ഈ സിനിമയെ മാർക്കറ്റ് ചെയ്തതിലാണ് പാളിച്ച പറ്റിയിരിക്കുന്നത്. ഇതിലെ മലയാളി ആന്തം ഒരു പാട്ടിറങ്ങിയല്ലോ, മലയാളി ഫ്രം ഇന്ത്യ ആന്തം എന്ന് പറഞ്ഞിട്ടൊരു പാട്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ ഷൂട്ടിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പേ അവരിറക്കിയൊരു വീഡിയോ, അതായത് അനൗൺസ്മെൻറ്റ് വീഡിയോ പോലെ ഇറങ്ങിയത്, എല്ലാം കോമഡി ബേസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, നിവിൻ പോളിയുടെ ഒരു കോമഡി ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു തമാശ ആംഗിളിലുള്ള സാധനം വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഈ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. ഒരുപക്ഷെ ജനഗണമനയെക്കാട്ടിലും സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമയാണ്. സോ അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാകുമ്പോൾ അത്തരത്തിൽ മാർക്കറ്റ് ചെയ്ത് സിനിമ അങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ ജനത്തിന് കൊടുത്തിട്ട് വേണം കയറാൻ. ഇവരിതിനകത്ത് ഈ ക്യാൻവാസ് ഇങ്ങനെ വൈഡൻ ചെയ്ത് ഭയങ്കര വേറെ ഏതൊക്കെയോ ഒരു സ്ഥലത്ത് കൊണ്ട് പ്ലേസ് ചെയ്യുന്നു. പിന്നെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പോയിലറായിപ്പോൾ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നിടത്ത് നിൽക്കുന്നൊരു സാധനമല്ല ഈ സിനിമ. ഈ സിനിമ വേറെ എവിടെയൊക്കെയോ പോവും. ഈ മലയാളി ഫ്രം ഇന്ത്യ ഓക്കെ, ആ ഒരു സാധനം പ്രസൻറ്റ് ചെയ്യും, എവിടെ പോയാലും ഒരു മലയാളി കാണും. ആദ്യം സിനിമ മലയാളികൾക്കെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നതൊക്കെ. അപ്പോൾ അത്തരത്തിൽ എന്താ പറയുക, മലയാളികൾക്കെല്ലാം വേണ്ടി സമർപ്പിക്കുന്ന ഒരു സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള ഹ്യൂമറോ അങ്ങനെ ഒന്നുമില്ല. മലയാളികളുടെ ഒരു ബേസിക് സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട്. എവിടെ പോയാലും നമ്മൾ ഭാഷ പഠിപ്പിച്ചു കൊടുക്കുമെന്നും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമ ആസ് എ ഹോൾ എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ട് ഇറങ്ങിയ സമയത്ത് പലരും റിവ്യൂ പറയുന്നത് കേട്ടു നിവിൻ പോളിയുടെ തിരിച്ചുവരവാണ്. നിവിൻ പോളി ഓൾറെഡി തിരിച്ചു വന്നു കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയിലൂടെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള, വളരെ കുറച്ചാണെങ്കിലും അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള റോൾ ചെയ്തുകൊണ്ട് നിവിൻ പോളി തിരിച്ചു വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി നിവിൻ പോളിയുടെ തിരിച്ചു വരാന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു തിരിച്ച് പോക്ക് പോലെയാണ് തോന്നുന്നത്. വന്നിട്ട് പിന്നെയും തിരിച്ച് പഴയതുപോലെ ഫെയിലിയർ സിനിമകളിലേക്ക്. ഈ സിനിമ വിജയിക്കാൻ സാധ്യത കുറവാണ്. എനിക്കറിയില്ല, ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ഒരു ഊഹാപോഹങ്ങളാണ് പറയുന്നത്.
പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. നല്ല സബ്ജക്റ്റ് ആണ് ചർച്ച ചെയ്യുന്നത്, ഓക്കെ, നല്ല സബ്ജക്റ്റ് ആണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഈ സിനിമ പൊളിറ്റിക്സ് പറയാൻ വേണ്ടി മാത്രമുള്ളൊരു സിനിമയായി മാറിപ്പോകുന്നത് പല ഘട്ടങ്ങളിലും. പിന്നെ ലാഗ്, ഒട്ടും എന്റർടൈനിങ് അല്ലാതെ ലാഗിച്ചാണ് ഈ സിനിമ പോകുന്നത്. നമുക്കറിയാം ഇനി എന്താ സംഭവിക്കുന്നത്. 2 ക്യാരക്ടേഴ്സിനെ കാണിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു പാകിസ്ഥാൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. ആരും മോശമല്ല, ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ കുറച്ച് ഓവർ ആക്ട് ചെയ്യുകയാണെന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ അത്രയും ഒരു ലാഗിങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും സ്റ്റോറിയും ഡയറക്ഷനും എല്ലാം ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇത്രയും ഒരു ലാഗ് വന്നത്. ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ കണ്ടിരിക്കാനായിട്ട് ഒരു മടുപ്പിക്കൽ വന്നത് അതുകൊണ്ടാണ്. ഇവർ കൈയടിക്കും എന്ന് പ്രേക്ഷകർ കൈയടിക്കും എന്ന് ഇവർ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് സീനുകൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ ഒന്നിനും കൈയടി വീണിട്ടില്ല. അതെല്ലാം പരാജയപ്പെട്ട് പോയിരിക്കുകയാണ്. തുടക്കത്തിൽ മാത്രം 2-3 ഡയലോഗ്സ്, സലീം കുമാറിൻ്റെയൊക്കെ ഒരു ഡയലോഗിലൊക്കെ കൈയടി വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സിലേക്ക് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായ കൈയടികൾ എക്സ്പെക്ട് ചെയ്ത് അവർ ചെയ്തിരിക്കുന്ന ഡയലോഗുണ്ട്. കാരണം അത്രയും ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഡയലോഗുണ്ട്. പക്ഷെ ആരും കൈയടിക്കുന്നില്ല. കാരണം ആരും എക്സ്പെക്ട് ചെയ്തിട്ടുള്ള സിനിമയല്ല എന്നുള്ള രീതിയിൽ ഈ സിനിമ എത്തിപ്പോയി. ഇപ്പം മലൈക്കോട്ടയ്ക്ക് സംഭവിച്ചത് ഇതുപോലെയാണ്. മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ ഒരു മാസ് മസാല മൂവി പോലെ പൊട്ടിപ്പാറുന്ന മാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലായിരുന്നു. അതാണ് ആ സിനിമയ്ക്കൊരു ഇത് വന്നത്. ഇതും ഒരു നല്ല സിനിമയാണ്, പക്ഷെ ലാഗ് ഉള്ളതുകൊണ്ടും പിന്നെ മാർക്കറ്റിങ്ങിൽ, അതായത് ഈ സിനിമ എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന സമയത്തുണ്ടായ പാളിച്ചകൾ കൊണ്ടും ഈ സിനിമ എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാകും. ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായിട്ടുണ്ടാകും. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പറയുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ ഈ സിനിമയ്ക്ക് പേഴ്സണലായിട്ട് കൊടുക്കുന്ന റേറ്റിംഗ് 2.5 ആണ്. ആ 2.5 കൊടുക്കുന്നതിന് നിവിൻ പോളിയുടെ നല്ല ആക്ടിങ്ങും ബാക്കി കൂടെ പെർഫോം ചെയ്ത എല്ലാവരുടെ ആക്ടിങ്ങും നല്ല മ്യൂസിക്കാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ ഈ 2.5 കൊടുക്കുന്നതിന്. അല്ലാതെ സിനിമ ആസ് എ ഹോൾ എനിക്ക് പേഴ്സണലി വർക്കായിട്ടില്ല. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GJ Bus എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.